ആൽബി തുടക്കം തൊട്ടേ. നമസ്കാരം, ഞാൻ മൃണാൾ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിൻ്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം 3 കൗണ്ടേഴ്സിലായിട്ടാണ് സാധനം വരുന്നത്. ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു. കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. എന്താ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റും. എന്താ ഉറക്കം വരുന്നു. വളരെ മികച്ച പരിപാടിയാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം, പൈസ ആദ്യം, പൈസയുടെ ആർത്തിയുള്ളവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കച്ചവടം. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. ഇതെന്റെ വേറൊരു മൂഡിൽ ഞാൻ എഴുതിയതാ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് അയാളുടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച ഒരാളാ. ഐറ്റംസ് കണ്ടുപിടി. ഇതിന് ഫുള്ള് നോക്കുമ്പോ ബിരിയാണിക്കകത്ത് ദാ കിടക്കുന്നവൻ, ദാവൻ ദാവൻ ഈച്ച 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 ഇതായവൻ ഈച്ച ബിരിയാണിയാണോ? ഇത് ഞമ്മളത്ര ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാനൊന്നും പോലില്ല. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. പക്ഷെ യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ല. സാധനങ്ങൾക്ക് ടേസ്റ്റ് വളരെ കുറവാണ്. സാമ്പാറും സംഭവങ്ങളൊക്കെ തോൽവിയാണ്. വൃത്തിയും വലിയ പ്രശ്നമാണ്. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. നല്ല ചൂടുണ്ട്. ടേബിളിലൊക്കെ മൊത്തം നല്ല പരിചയമുള്ള സ്ഥലമല്ലേ? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. സോക്കർ ഓഫ് UK ഈച്ച ശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ. അതിനാദ്യം എന്തെങ്കിലും ചെയ്യും. എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്. അവിടെ ഒരു ഈച്ച ശല്യമില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇതേ മൃണാല് തന്നെ ഈച്ചയെ കുറിച്ച് പറഞ്ഞത് കേട്ടോട്ടെ. സ്വന്തം റെസ്റ്റോറന്റിൽ ഈച്ച എന്നെ എടുത്തോണ്ട് വന്ന തോന്നി. ഇന്ന് ഈച്ച കൂടുതലാണല്ലോ. ഞാൻ ഈച്ച എവിടെ വരണമെന്ന് ചോദിച്ചാൽ അല്ലാണ്ട് ഈച്ച എവിടെ എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. കൊച്ചിയില് ഏതൊരു റെസ്റ്റോറന്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിൽ കുറവോ മാത്രമേ അവിടെയുള്ളൂ. അവിടെ വളരെ റെഗുലറായിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ, ഐ മീൻ, ഹാവ് യു ബീൻ ദേർ? നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ? എവിടുന്ന് വരിക? ആരാ? അയ്യോ, എന്തൊരു ഫലിതം. എനിക്ക് ചിരി വന്നിട്ട് കൊടലും അറിയണു. സിനി, വൈ ആർ യു ഫേക്കിംഗ് യുവർ സെൽഫ്? ഇപ്പൊ നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഐ മീൻ, നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റും. കാരണം ഇതുപോലുള്ള ലൂസേഴ്സിനെയും അലവലാദികളെയും യു ആർ നോട്ട് വെൽക്കം ഹിയർ. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. ഭക്ഷണത്തിന്റെ കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഒരു ആക്രി സാധനം വെക്കുന്ന പോലെയോ ഒരു മെറ്റീരിയൽ വെക്കുന്ന പോലെ അല്ലല്ലോ ഭക്ഷണം. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും മനുഷ്യന്മാരോടുള്ള താല്പര്യം ഒക്കെ ഉള്ളൊരു സാധനമല്ലേ ഭക്ഷണം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സാധനം പോലെ അല്ല. കുറച്ചു മുമ്പ് നീ അങ്ങനെയല്ലോ പറഞ്ഞു. എപ്പോ? നേരത്തെ. ഓൻ എന്താ പറഞ്ഞെന്ന്? സർ, ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച്. എനി കമന്റ്സ് ഓൺ ദാറ്റ്? വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. അവർക്ക് ഇഷ്ടം പോലെ വേറെ പണി. മീഡിയ മലയാളം ചേട്ടാ, ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. എന്റെ പൊന്നുമോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീക്ക് എവിടുന്ന് വരുന്നടാ? പക്ഷേ അതിപ്പോഴൂതുന്ന ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവൂ. നീ എന്ത് കണ്ടെന്താ? തൃപ്പൂണിത്തറുള്ള ഔട്ട്ലെറ്റ് ഹംഗ്രി മൃണാലിന്റെ ഔട്ട്ലെറ്റ് ഒരു വ്യക്തി ഫുഡ് കഴിച്ചിട്ട് അതിനകത്ത് പുഴു. ഇത് തീർന്നില്ലേ?
തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. എന്തോന്നടേ ഇത്? വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്, കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. എന്താണോ ഇത്? മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് എന്താ പറഞ്ഞേ? പുഴു. അതും കൂടിയേ പറയാത്തുള്ളേ, ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതാ ചോദിച്ചത്. ഓക്കെ, പുഴു തന്നെയാണ്. ആദ്യമായിട്ട് അമ്മൂമ്മനെ തല്ലിക്കൊല്ലം ഇവിടെ അച്ഛനുണ്ടാക്കിയത്, അതുകൊണ്ടല്ലേ ഇവളുണ്ടായത്. പട്ടി തെറ്റി ചെറ്റ. പുഴു സത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൃണാൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഹൈജീൻ. എന്തിനു പതുക്കെയാക്കണം, 4 പേര് അറിയട്ടോ? സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതൊരു സംഘടിത നീക്കമാണെന്ന് എനിക്ക് സംശയം. അവിടുന്ന് കിഴിപ്പൊറാട്ട ഓർഡർ ചെയ്തിട്ട് വാഴേന്റെ എല്ലാം തുറന്ന സമയത്ത് അതിനകത്ത് പുഴുകൂടി. ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. അപ്പൊ ഇത് സംഭവിക്കുന്നത് മെയ്യിലാണ്. ബട്ട് അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നാടായ നാടൊക്കെ കയറി ഇറങ്ങിയ എല്ലാ ഹോട്ടലിന്റെയും വൃത്തിയെ കുറിച്ച് സംസാരിക്കുന്ന മൃണാൽ സ്വന്തം ഹോട്ടലില് എന്തുവാടെ പുഴുവാ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ അത് പറയുന്നത് പഴയതല്ലേ കുറച്ചു മുന്നേ. ബട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മൃണാലിന്റെ ഭാഗത്തുനിന്ന് എത്രയോ ഹോട്ടലുകൾ കൺസൾട്ട് ചെയ്യുന്നതാണല്ലോ മൃണാൽ, കൺസൾട്ടന്റ് ആണല്ലോ മൃണാൽ. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. ഹൈജീനെ കുറിച്ച് പറയുന്ന, ഹോട്ടലിലെ വൃത്തിയെ കുറിച്ച് സംസാരിച്ച അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഹോട്ടലിൽ നിന്ന് ഇത് ഒരിക്കലും വരാൻ പാടില്ല. വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. അത് പുഴു തന്നെയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആൻഡ് എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷണമുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? സ്ട്രോയ്ക്ക് 1 രൂപ അധികം വാങ്ങുന്നത് പോലെ വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ? വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പണി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വില കൂടുതലാണ് ടെക്നിക്കലി തരേണ്ടത്. സ്ട്രോ എന്ന് പറയുന്നത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. ഷുഗർ എന്ന് പറയുന്നത് അഗൈൻ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനം തന്നെയാണ്. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിലെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഇൻസ്ട്രക്ട് ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻ ആ ബില്ലിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഒരാളുടെ ജോലി കൂടുകയാണ്, സമയം കൂടുകയാണ്. ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. ഇയാളുടെ ഈ ആറ്റിറ്റ്യൂഡും ഇയാളുടെ സംസാരവുമാണ് ഈ കോൺസെപ്റ്റിന് ഏറ്റവും വലിയ ഉൾട്ടടിച്ച് നിൽക്കുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് എന്റെ മെന്റൽ കൺട്രോൾ കയ്യിൽ നിന്ന് പോയിട്ടാ. എനിക്ക് പാപ്പ് തരണം. ഞങ്ങളുടെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ഫുഡുകളാണ്. ബിരിയാണിയൊക്കെ എപ്പോഴൊക്കെ തീർന്നു പോകുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര, കാരണം അത്രയധികം ഇത് വിറ്റു പോകുന്നുണ്ട്. നമ്മൾ ചെന്ന സമയം എപ്പോഴാ സ്നേഹം? 2:30 ആയിട്ടുണ്ടല്ലേ. ഭയങ്കര നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കൊന്നും അവിടെ ഇല്ല. മതി പോവാന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം അത്രയധികം ഇത് വിറ്റു പോകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു വന്നപ്പോ ഉദ്ദേശിച്ചത് ഉൾട്ടയായി പോയി. ഡീസന്റ്. ഓക്കെ, അതും ഒരു തള്ളാണ് ഈ മൃണാലിന്റെ. ഭയങ്കര എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. സാരെല്ലാം കടുത്തോ നോക്കാം. എടാ ചേട്ടൻ നല്ല ചൂടുള്ള പാലോട് കൊടുക്കും. തൊണ്ടാണ് പൊള്ളട്ടെ. എന്റെ ഒരു സന്തോഷത്തിന് അങ്ങനെ പറയാം. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. നമ്മൾ ആദ്യം കഴിക്കുന്നത് ബിരിയാണിയാണ്. ആദ്യം ബിരിയാണി, അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് റോയ്ക്ക് അറിയാമോ? ദം ബിരിയാണി, ഇത്രയും നേരം ഫ്രൈഡ് ബിരിയാണി കഴിച്ചേ. ദം ബിരിയാണി ട്രൈ ചെയ്തു, കുഴപ്പമില്ല. ബിരിയാണിന് ഞങ്ങളുടെ പ്രത്യേകത എന്താ പറയുക? എരിവില്ല. മസാലയ്ക്ക് എരിവില്ല. ഇല്ലല്ലോ, മസാലയ്ക്ക് എരിവില്ലല്ലോ. എരിവ് ഒട്ടുമില്ല. സ്വീറ്റ് ആണ് കുറച്ച്.
പറയാൻ പറ്റില്ല. അതെ അതെ എന്തേ ഞാൻ പറഞ്ഞു തരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഈ പറഞ്ഞോളൂ, മറ്റേ ഇതില്ലടാ, അതിനോട് മുട്ടയ്ക്ക് ഡിമാൻഡ് ആണോ? മുട്ട കഴിച്ചിട്ട് പോകാവൂ, ഇല്ലേ മുട്ടിയാലും ചവിട്ടി പിടിക്കും. ഈ സാമ്പാറില്ലേ, ഇത് ഒരാൾക്ക് ആ ചോറിന് തികയില്ല, 2 സാമ്പാർ തികയില്ല. തൊട്ടപ്പുറത്തെ ഇലയിലെടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. ഐഡിയ അടിപൊളി, കോൺസെപ്റ്റ് അടിപൊളിയാ. യുവർ ആറ്റിറ്റ്യൂഡ്. നേരെ വാ നേരെ പോ, ഈ ഒരു മാർഗം എനിക്ക് വശമുള്ളൂ. അതുകൊണ്ടാ രക്ഷിതാക്കൾ സമക്ഷം ഈ വക കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ നേരിട്ട് വന്നത്. ബ്രോ ഒരു കാര്യം ചെയ്യണം, മൃണാൽ എന്താ ചെയ്യണം? ബ്രോ ഒരു കാര്യം ചെയ്താൽ മതി. മൃണാൽ ഇത് എന്താ പറയുക, ഈ പബ്ലിസിറ്റി കൊടുക്കുന്നതിന് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ മതി. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോർ അടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടി ഇടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. ആ പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ ആകെ എനിക്ക് നഷ്ടം തോന്നിയത് പപ്പടം 7 രൂപ, ഫ്രഷ് ആയിരുന്നു, നൈസ് ആയിരുന്നേന്. എന്നോട് ആരെങ്കിലും ചോദിച്ചോ? ചോദിക്കേണ്ടത് അവരുടെ മര്യാദ എന്ന് വെച്ച് പറയേണ്ടത് നമ്മുടെ മര്യാദ അല്ലേ? 16 പേരെ മുട്ട, അതൊക്കെയാണ് ആകെ ഒരു വിഷയം. അല്ലാത്ത പക്ഷം ഐ ഫീൽ ദിസ് എ വെരി ഗുഡ് കോൺസെപ്റ്റ്. താങ്ക് യു. മറ്റൊരു കോളേജിലും കാണാത്ത പുതിയ രീതിയിലുള്ള സെർവിംഗ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാരും വണ്ടി കയറിക്കേ, ബാക്കിയൊക്കെ നമുക്ക് പോണ വഴി സംസാരിക്കാം. ഹംഗ്രി മൃണാലിന് ഫുഡ് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ തുറന്നു പറയാം, ദിസ് ഈസ് ഓക്കെ. അതായത് മോശം പറയാനില്ല, കുറച്ച് മധുരം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി ഇഷ്ടമായി. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. പപ്പടം 7 rupees ആണ്, നമ്മൾ 6 എണ്ണം മേടിച്ചു. ദാറ്റ് വാസ് ഡിസാസ്റ്റർ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ഇത് 7 രൂപ കൊടുത്ത് എക്സ്ട്രാ പപ്പടം വാങ്ങുമ്പോൾ അത് തണുത്തിരുന്നാൽ അതത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്ക് ആർക്കും പപ്പടത്തിന്റെ കേസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ഈ ചതിയുടെ കൂടെ വഞ്ചനയും കൂടെ വേണോ? ചിക്കൻ ഫ്രൈ എനിക്ക് ഇന്ന് ഹംഗ്രി മൃണാലിന് കഴിച്ചതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെടാത്ത ഡിഷ് ചിക്കൻ ഫ്രൈ ആണ്. ആണോന്നോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല, പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. 60 rupees ആണ് ഒരു ചിക്കൻ ഫ്രൈക്ക്. എനിക്ക് പേഴ്സണലി അതിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടില്ല. ക്വാണ്ടിറ്റി വൈസും 60 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 ചെറിയ പീസ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് വർത്ത്. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഹാഫ് സാധാ ചോറിന് 20 രൂപയാണ്. അത് ക്വാണ്ടിറ്റി ഉണ്ട്, അത് ചൂടുണ്ടായിരുന്നു. ആൻഡ് ബൈ ദ വേ ചിക്കൻ ബിരിയാണിക്ക് ചൂടില്ല. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. പായസത്തിന്റെ 20 രൂപ എന്ന് പറയുന്നത് ആ ഗ്ലാസ്സിന് ഇറ്റ്സ് നോട്ട് വർത്ത്. ഞാനിവിടെ നോക്കുമ്പോൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചായക്ക് 10 രൂപയും ബ്ലാക്ക് ടീക്ക് 12 രൂപയും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കോൺസെപ്റ്റ് ഈസ് ഗുഡ് ആൻഡ് ഫുഡും മോശം പറയാനില്ല ആണല്ലോ. അത് കേട്ടാ മതി. മൃണാലിന്റെ കേസ് പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ എന്നോട് നല്ല നമ്മളൊപ്പമുള്ള എല്ലാവരോടും പറഞ്ഞു, അങ്ങേരോട് പറഞ്ഞാൽ കേൾക്കില്ല, നമുക്ക് അങ്ങേരോട് പറയാനും പറ്റില്ല. ഒരു പ്രത്യേക സ്വഭാവം. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. ഞാൻ ആകെ പറയുന്ന മാനേജറോടതാ, ഇയാളോട് പ്രൊമോഷന് വന്നിരുന്നിട്ട് ഇയാളുടെ അറഗൻസ് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ മതി, ഇത് ക്ലിക്കായി പോകും. എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. അത് ഞാൻ താനൊരു മണ്ടനാന്ന് സർവരും പറഞ്ഞിട്ടും ഞാനത് ചെവിക്കൊണ്ടില്ല. അല്ലാതെ നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് രാജാവാന്ന് പറഞ്ഞിരുന്നിട്ട് വീണ്ടും നമ്മളൊരു സജഷൻ പറയുമ്പോൾ, ഒരു സാധനം ബെറ്റർ ആക്കാൻ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാതെ എനിക്ക് ബിരിയാണി കഴിക്കാൻ അറിയില്ല, ആ ഒരു കാര്യം മാത്രം. അതായത് ഈ മൃണാലിന്റെ ഈ പറഞ്ഞ മൃണാല് കുറച്ചു കാലമായിട്ട് മൃണാലിന്റെ ബ്രാൻഡ് മൃണാലാണ് എല്ലാം, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്തിരുമ്പോൾ അത് ഈ കസ്റ്റമേഴ്സിനെയും കൂടി സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ, കസ്റ്റമേഴ്സിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്താൽ ഇറ്റ്സ് ഗുഡ്. ഇതിന് പരിഹാരം ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്നില്ല. ശരി. നമസ്കാരം, ഞാൻ മൃണാൾ. ഇപ്പൊ മൃണാളിന്റെ കേസിൽ ജോസിന് എന്തോ ഐഡിയ പറയാനുണ്ട്. എന്താ ജോസേ? ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾക്ക് ഇറ്റ്സ് മോബ് സൈക്കോളജി. ശരിക്കും ഇദ്ദേഹം ഫുഡ് ബ്ലോഗറാണ്. സോ ബേസിക്കലി ഇദ്ദേഹം ഓരോ റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു, ഫുഡ് അടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പോയിന്റ് ബ്ലാങ്കിൽ പറയുന്നു. എന്താണ് അർത്ഥം വെച്ചുള്ള ഒരു ഇളി? കുറെ നേരം ആയല്ലോ. ഒന്നുമില്ല. ഫുഡ് ബ്ലോഗിങ്ങിലെ അശ്വന്തോക്കായിട്ടാണ് മൃണാളിനെ ഞാൻ പേഴ്സണലി കാണുന്നത്. രക്തത്തെ തിരിച്ചറിയുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ ഒരേ വേവ് ലെങ്താ.
അങ്ങനെയാണല്ലോ. അതായത് വെറുതെ ഷുഗർ കോട്ട് ചെയ്യലോ സുഖിപ്പിക്കലോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടലോ, അതായത് പറയേണ്ട കാര്യം പറയുക. ജീവിതത്തിലെ വലിയൊരു തത്വം അപ്പച്ചനിപ്പോ പറഞ്ഞത് ഒന്ന് അനുഗ്രഹിച്ചേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കോവാല. അപ്പൊ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോൺസെപ്റ്റ് മിക്ക ആൾക്കും മനസ്സിലായിട്ടില്ല. ആൾക്കാരിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെ പറയുന്നു, ഇവിടെ ആരും പോയിട്ടില്ല. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. Oh my God. He's on air. ലൈഫ് തന്നെ ഒരു കോമഡി. പുതിയൊരു കഥ ഇവിടെ ഉണ്ടെന്ന് കേക്കട്ടെ. നമ്മൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ടാവും. ഈ സർക്കിൾ സാറായിട്ടുള്ള ഡീലിങ്സ് എനിക്ക് വളരെ ഇഷ്ടമായി. ഉമ്മ കണ്ടില്ലേ, കള്ളന്മാരെ നമ്മൾ മക്കളെ പോലെ സ്നേഹിക്കണം. അവരൊന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞത്രേ പിന്നെ എന്താ ഷവർമയെ കുറിച്ച് പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിന് അതാണ് ഫീൽ ചെയ്തത്. ഷവർമയുടെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിച്ചോ. പിന്നെ 50 രൂപയുടെ ഷവർമ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത് ബെറ്ററായി തോന്നിയിട്ടുണ്ടാവും. ഓരോ കോണ്ടെക്സ്റ്റിലും സന്ദർഭത്തിലും പറയുന്ന കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. സെയിം കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ മലക്കം പറയുകയാണെങ്കിൽ അത് നമുക്ക് പറയാം. ആണല്ലോ, അതൊന്നും അയാളോട് പറഞ്ഞോളൂ. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഇതെന്താ പറയുന്നത്, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ പുതിയ മനസ്സുള്ള ആളുകൾ സൗകര്യം ഉണ്ടെങ്കിൽ പോയി കഴിച്ചാൽ മതിയെന്നേ. അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമെന്നാ ഇപ്പൊ എന്റെ പേടി. ഇദ്ദേഹം ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളെ വീട്ടിൽ ആരെയും വന്ന് ക്ഷണിച്ചോ? നിങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിച്ചോ? എന്റെ കുടുംബം രക്ഷിക്കണേ, എനിക്ക് EMI അടയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഹംഗ്രി മൃണാളിൽ വന്നു ഞണ്ണിത്തരണേന്ന് മൃണാൾ പറഞ്ഞിട്ടുണ്ടാവും. എന്താ ഷാജിയേട്ടാ ഇത്? എന്താണിത്? ആൾക്കാർക്ക് എന്ത് സൂക്കടാ, വെറുതെ ഇതാ പറഞ്ഞേ ഇദ്ദേഹത്തെ കണ്ടുകൂടാ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞാൻ നാളെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എനിക്കറിയാം. പടം പൊട്ടും. അപ്പോൾ നമ്മൾ കുറെ കാലം വിമർശിച്ചു നടന്ന ആളൊരു സാധനം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിമർശനം വരും. മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതിയെന്നേ, അല്ലെ നിങ്ങളുടെ സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് കഴിച്ചാൽ മതിയെന്നേ. അത് ഒരാളുടെ ആറ്റിറ്റ്യൂഡാ. അയ്യോ, അങ്ങനെ കാണാൻ പറ്റില്ല. ആ പുതിയ മോന്റെ മനസ്സിലിരിക്കേ ഉള്ളൂ. അപ്പോൾ ഇയാൾ അഹങ്കാരിയാണ്, ഇയാൾ ഇത്രയും നാളെ വിമർശിച്ചു, അതുകൊണ്ട് പിന്നെ ഇയാൾ എന്താണ് വിമർശനത്തിന് നേരെ അസഹിഷ്ണുനാവുന്നത് എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പം വാത്യാരി പണിയൊക്കെ വിട്ട് ബ്രാക്കർ പണികളൊക്കെ തുടങ്ങിയ അത് അയാളുടെ ക്യാരക്ടറാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡാ. അപ്പൊ ആളുകൾ ബേസിക്കലി വെറും മണ്ടന്മാരും ഫ്രസ്ട്രേറ്റഡാ. ആശാനെ ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് ഇനി നിങ്ങൾക്ക് മൃണാൾദാസിനെ എതിർക്കണം, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിക്കണ്ടെന്നേ, പ്രശ്നം തീർന്നില്ലേ? വേറെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങി, അത് എങ്ങനെ കൊണ്ടുപോകണം അദ്ദേഹത്തിന് അറിയാം. അപ്പൊ സാറ് കള്ളന് കഞ്ഞി വെച്ചവനാണല്ലേ? അല്ല, കള്ളനെ കൊണ്ട് കഞ്ഞി വെപ്പിക്കുന്നവനാ. എന്തോടെ പ്രശ്നം, ആളുകൾക്ക് തകരാറ്, ശരിയായ തകരാറ്. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ കിടന്ന് വേണം വെക്കും. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയാട്ടവർക്കാണോ ഇത്? ഇതിലും വലിയ പ്രൊമോഷൻ വേറെ ഒരു കേരളത്തിൽ ഒരു റെസ്റ്റോറന്റ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതിലും വലിയ പ്രൊമോഷൻ അന്ത അളവൊക്കെ എത്തിച്ച് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ മൃണാളിനും അറിയാം. കാരണം ഇല്ലേ, പുള്ളി ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആണോ? ചാനലിലെ വണ്ടി വരുമോ? നമ്മുടെ വണ്ടി തന്നെ പോകണം. നമ്മുടെ കാര്യമില്ല നടക്കട്ടെ.